എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്ന നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങൾ ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഉറച്ച വിശ്വാസം. സംടൈംസ് വി ഗെറ്റ് ലോസ്റ്റ് ഇൻ അവർ ലൈഫ്സ് ആൻഡ് വി ഡ്രിഫ്റ്റ് വിതൗട്ട് എനി ഡിറക്ഷൻ, അല്ലേ? വി ആർ നോട്ട് ഏബിൾ ടു പിൻ പോയിൻറ്റ് വൺ ഓർ ടു aims in our life, അല്ലെങ്കിൽ purpose in my life, any meaning, we fail to give any meaning to our life. ഇതൊക്കെ എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ ഈ കവിത വായിക്കുമ്പോൾ അപ്പോഴൊക്കെ സഡൻലി ഐ ഫീൽ ദാറ്റ് ഐ ഗെറ്റ് എ പേർപ്പസ്, അണ്ടർസ്റ്റാൻഡ് മൈ പേർപ്പസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ എന്നോ മറന്നു തുടങ്ങിയ എൻ്റെ വഴി എൻ്റെ കൺമുന്നിൽ വീണ്ടും തെളിഞ്ഞു വരുന്നതായി തോന്നും. In this poem, the poet mentions about a thread that we all follow. That thread goes among many things that change, but the thread doesn't change. ആ ത്രെഡ് മാറില്ല. ആ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് വി ഹോൾഡ് ക്ലോസ് ടു യുവർ ലൈഫ്സ്. നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുന്ന എന്തുമാവാം. അതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതൊരു സ്വപ്നമാവാം, നമ്മുടെ പണ്ട് മുതലേ ഉള്ളൊരു അംബീഷനാവാം, നമ്മുടെ ചില വിഷയങ്ങളിലുള്ള പാഷനായിരിക്കാം. ചിലർക്ക് മ്യൂസിക്കിനോട് പാഷൻ, ചിലർക്ക് ചിത്രകലയോട് പാഷനായിരിക്കാം, അല്ലെങ്കിൽ ചില മൂല്യങ്ങൾ ആയിരിക്കാം, പേഴ്സണൽ വാല്യൂസ് ആയിരിക്കാം. അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉറച്ച കാര്യങ്ങളായിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, തീരുമാനങ്ങളായിരിക്കാം. ആൻഡ് ദ പോയിറ്റ് സേസ് ദാറ്റ് ദ ത്രെഡ് ഗോസ് ത്രൂ മെനി തിങ്സ് ആൻഡ് ദോസ് തിങ്സ് ചേഞ്ച്, ദ സർക്കംസ്റ്റാൻസസ് ചേഞ്ച്. പക്ഷേ നമ്മുടെ ത്രെഡ്, ദാറ്റ് ഡസൻറ്റ് ചേഞ്ച്. അതൊരിക്കലും മാറില്ല. ബിക്കോസ് ദാറ്റ് ത്രെഡ് ഗിവ്സ് എ മീനിങ് ടു യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥവത്താക്കുന്നത് ആ ഒരു ത്രെഡാണ്. ആ ത്രെഡിൽ ഒരിക്കലും മാറാൻ സാധിക്കില്ല. അതിന് നമ്മൾ താൽക്കാലികമായി മറന്നു പോകാനിടയുണ്ട്, പക്ഷേ അതൊരിക്കലും മാറില്ല. ആൻഡ് പീപ്പിൾ അറൗണ്ട് us, sometimes they fail to see the thread that we follow. നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ ഏറ്റവും ഉറ്റ ചങ്ങാതികൾ, അവർക്ക് പോലും കാണാനാവാത്ത നമ്മൾ ചേസ് ചെയ്യുന്ന നമ്മുടെ ആ ത്രെഡ്. പണ്ട് ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം നമുക്ക് ആ പ്രായത്തിലുള്ള ചങ്ങാതികൾ ഒരുപാട് തമാശകളൊക്കെ ഒപ്പിച്ച് നമുക്കറിയാം, അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യുമായിരുന്നു ക്ലാസ്സിൽ. അപ്പം ആരോ വരുമ്പം ഇങ്ങനെ നമുക്കെല്ലാം കള്ളം പറയാം. അതൊരു നിർദോഷമായ കള്ളമാണ്, വൈറ്റ് ലൈ എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു. അടുത്ത നിമിഷം ഈ സുഹൃത്ത് പറഞ്ഞു, അത് പറ്റില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, അതെന്താ ഇങ്ങനെ പറഞ്ഞാൽ മതി? ഇല്ല, ഞാൻ കള്ളം പറയില്ല. ഞങ്ങളെല്ലാം കാര്യം വി ജസ്റ്റ് കുഡ്ന്റ് ബിലീവ് ദാറ്റ്. കള്ളം പറയില്ല, എന്തോ ഒരു നിർദോഷമായൊരു കള്ളം പറഞ്ഞാൽ എന്താ? പുള്ളി പറയുകയാണ്, ഞാൻ കള്ളം പറയില്ല. സൗമ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അതൊരു പ്ലസൻറ്റ് ഷോക്കായിരുന്നു. തുടർന്നും എനിക്കിന്നും ആ ചങ്ങാതി വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ ലൈഫിലെ ഒരു പോളിസിയാണ് വെറുതെ പോലും കളവ് പറയില്ല എന്നുള്ളത്. ഞാനൊക്കെ ഷോക്ക്ഡായിപ്പോയി, അങ്ങനെയും മനുഷ്യരുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു പക്ഷേ ആ മനുഷ്യൻ ഫോളോ ചെയ്യുന്ന ഒരു ത്രെഡ്. കള്ളം പറയില്ല, കളവ് പറയില്ല. അതിനി എത്ര നിസ്സാരമായ കാര്യത്തിനാണെങ്കിലും. ഞാൻ പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല. ചിലരുടെ ആ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലായിരിക്കാം, പെർട്ടിക്കുലർ ഫീൽഡിലായിരിക്കാം. അതിലവരങ്ങ് ഉറച്ചു നിൽക്കും. അതിൽ നിന്ന് അവരെ മാറ്റാൻ മറ്റാർക്കും സാധിക്കുകയുമില്ല. ആ ത്രെഡിനെ പിന്തുടരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ, അതുപോലെ പല രോഗങ്ങൾ, പിന്നെ സാമ്പത്തിക പരാധീനതകൾ. ഇവയൊക്കെ കാരണങ്ങളാണ്, എക്സ്ക്യൂസസാണ് ടു ലീവ് ദ ത്രെഡ്. പിന്നെയുമുണ്ട്, കാലം ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തിരിക്കാതെ മുന്നോട്ട് പോകും. പല കുട്ടികൾക്കും എന്തോരം സ്വപ്നങ്ങളുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം അധ്യാപകരായിട്ട്. അവരിങ്ങനെ അവരുടെ ഡ്രീംസിനെ ഇങ്ങനെ ചേസ് ചെയ്യും. പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ ഒരു കാലഘട്ടം എത്തുമ്പോൾ, ഒരു പ്രായം എത്തുമ്പോൾ അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് തുടങ്ങും. ഇനിയും കാത്തു നിൽക്കാനാവില്ല, നീ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിർബന്ധിക്കുക. നമ്മുടെ പോയിറ്റ് പറയുക,
യു ഡോണ്ട് എവർ ലെറ്റ് ഗോ ഓഫ് ദ ത്രെഡ്. അതിനെ വിട്ടുകളയരുത്, വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും. കാരണം അതാണ് വിച്ച് ഗിവ്സ് യുവർ ലൈഫ് എ മീനിങ്. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ആ ത്രെഡാണ്. കവിത. The way it is. William Stafford. There is a thread you follow. It goes among things that change, but it doesn't change. People wonder about what you are pursuing. You have to explain about the thread. But it is hard for others to see. While you hold it, you can't get lost. Tragedies happen. People get hurt or die, and you suffer and get old. Nothing you can do can stop time's unfolding. You don't ever let go of the thread.